വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലല്ല, മുമ്പ് സ്റ്റൈല് നല്ലൊരു സ്റ്റൈലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് ഒക്കെ നല്ല സ്പെഷ്യലാണ്. ആ ലഞ്ചൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ചാണ് എന്താണെന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉള്ളത് തൈര്, പിന്നെ പരിപ്പ് കറി, മാങ്ങ, പപ്പടം. ഇതൊക്കെ ഞങ്ങൾ ഇലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. ചില്ലി ചിക്കനാണ്, നല്ല സാധനങ്ങളാണ്. ഇത് സോസൊക്കെ ആയിട്ട് നമ്മൾ ചില്ലി ചിക്കൻ ആക്കും. നമ്മളെ ലഞ്ച് ഇതുവരെ റെഡി ആയിട്ടില്ല. റെഡി ആകുമ്പോൾ നമ്മൾ വിളമ്പണതും തിന്നണതും ഒക്കെ കാണാം. ഓക്കെ, ചവിട്ടിയിരിക്ക പോവാന് തുടങ്ങിയില്ല. ഇതിൻ്റെ കൂടുതലാണ് മാറ്റം. എടുത്തിട്ട് അങ്ങോട്ട് പോവാം. എപ്പോഴും ഫോണിൽ കളിക്കുന്ന ഒരു കസീനെ, നിങ്ങൾ ആ കസീനെ ഒന്ന് കാണിച്ചു തരും. ഞങ്ങൾക്ക് എൻ്റെ കസീനെ കാണിച്ചു തരാം. ഇത് നേരെ ഫോണിലാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ ചില്ലിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് ഇതൊക്കെ. നമ്മളിതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ടാണ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ ഇത് ഗൈസ് ചിക്കൻ ചില്ലിക്ക് വേണ്ട കോൺഫ്ലവറിൻ്റെ മിക്സാണ്. ഇത് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇനി നമ്മൾ ചിക്കൻ ചില്ലിയിൽ ഒഴിക്കുക. പിന്നെ ഇത് നമ്മളെ അപ്പുറത്തിരുന്നിട്ട് നല്ല ഇതാവുന്നുണ്ട്, മൂപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ചിക്കൻ ചില്ലിക്ക് വേണ്ട സോസൊക്കെയാണ്. ഫസ്റ്റ് കെച്ചപ്പ് ഒഴിച്ചു. കെച്ചപ്പ് കുറച്ച് കൂടുതൽ വേണം. പിന്നെ എന്താ വേറൊരു കെച്ചപ്പ് ഒഴിച്ചു. ഇതിനും മറ്റേതിനും വേറെ ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ചില്ലി സോസ് ഒഴിക്കണം. കുറേ സോസ്, ഈ സോസ് നല്ല ചിലവാകും. ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മളിനി ഇത് ഒഴിക്കുകയാണ്. ചില്ലി സോസ് നമ്മൾ സോയാ സോസാണ് ഒഴിക്കുന്നത്. എൻ്റെ പാക്ക് നല്ല ആഗ്രഹമായിരുന്നു ചില്ലി ചിക്കൻ ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് ഇപ്പോഴാണ് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിത് നല്ല മിക്സ് ചെയ്യണം. നമ്മളിത് എല്ലാതും മിക്സ് ചെയ്തിട്ടാണ് ചില്ലി ചിക്കനിൽ ഒഴിക്കേണ്ടത്. അപ്പത്തിന് നമ്മളെ ഉള്ളിയൊക്കെ ഇതാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ അതിൽ ചില്ലി സോസ് ഒഴിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് വന്നത്. ഇതിൻ്റെ പപ്പ കേട്ടോ, പപ്പ ഫുഡ് കഴിക്കാൻ വന്നതാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ റെഡിയായി. ഇതാണ് എൻ്റെ ഇമ്മമ്മ. പിന്നെ ഇമ്മ ഇവിടെ ഇതൊക്കെ വിളമ്പുണ്ട്. ഇമ്മയും ഇവരൊക്കെ ഒക്കെ ഇവിടെ ഫുഡൊക്കെ വിളമ്പുണ്ട്. ഇതാണ് എൻ്റെ മാമി ഗൈസ്. ഇതാണ് എൻ്റെ മാമി. പിന്നെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ റെഡിയായി. ഇനി നമ്മൾ കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് നേരത്തെ അമ്മമാനെ നല്ലപോലെ കണ്ടില്ലല്ലോ. ഇപ്പം നമ്മളെല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാതും വിളമ്പിയിരിക്കുന്നു. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. ഇപ്പപ്പ ഗൈസ് കഴിക്കാൻ തുടങ്ങി. ഇപ്പപ്പാനോട് ചോദിച്ചപ്പോൾ ഇപ്പപ്പ നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും കഴിച്ചു. ഞാൻ കഴിച്ചിട്ട് സൂപ്പറാണ് ഗൈസ്. നിങ്ങളൊക്കെ ചിക്കൻ ചില്ലിയും ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും കഴിച്ച് നിങ്ങളും എൻ്റെ കൂടെ കഴിച്ചോ. നമ്മൾ പോകുന്നത് ഉറങ്ങാനാണ്. അല്ലാതെ തിന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസി വരും. അപ്പം നമ്മൾ ഉറങ്ങട്ടെ. നിങ്ങൾ പോയി ഉറങ്ങിക്കോ. ടാറ്റാ.